ഞാൻ എൻ്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു 6 മന്ത് ഇന്റേൺഷിപ്പ് ഒരു ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിൽ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഈ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോഴും മൂപ്പര് ഇതിനെ എൻജോയ്മെന്റ് ആക്കി കണ്ടിരുന്നു. അതായത് മൂപ്പര് ആ വർക്ക് അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൂപ്പര് ആ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ലൈറ്റ് മ്യൂസിക് ഇട്ടാണ്ട് മൂപ്പര് ഇങ്ങനെ കൺസൾട്ട് ചെയ്യും. മ്യൂസിക് മൂപ്പർക്ക് തന്നെ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ മൂപ്പര് എന്താ ചെയ്തിരുന്നു അവിടെ വെച്ചാൽ, അതായത് മൂപ്പര് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എൻജോയ്മെന്റ് കണ്ടെത്തിയിരുന്നു. സോ ഇപ്പൊ ഞാൻ പറയണ പോണത്, നമ്മളിപ്പോ ലൈഫിൽ സ്റ്റക്കായി കണ്ട് നമുക്ക് നല്ല ഗോൾ ഉണ്ട്, ആ ഗോളിൽ നമ്മൾ നല്ല വർക്ക് ഉണ്ട്, നല്ല വർക്ക് ഇടുന്നുണ്ട്, പക്ഷെ അവിടേക്കാണ് എത്തിപ്പെടാൻ പറ്റണില്ല. സോ അതിന്റെ അടിയിൽ നിന്നാണ്ട് നമുക്ക് എങ്ങനെ അതിനൊന്നും കൂടി മെച്ചപ്പെടുത്തിയാണ്ട് അതിന്റെ ഇടയിൽ ഒരു ഹാപ്പിനെസ് എൻജോയ്മെന്റ് കണ്ടെത്തിയാണ്ട് നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. സോ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് മുബഷർ, ഞാൻ അങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ്. ഓരോ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ്, ചേഞ്ചസ്, ഒരു ബെറ്റർ വേഷനിലേക്ക് എത്താൻ പറ്റിയ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കല്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഇപ്പോ ഒരു സംഭവം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ മനുഷ്യന്മാരെ നമുക്ക് മടുപ്പ് വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലൊരു ഫാറ്റ് ആയിട്ടില്ലായിരുന്നു നിങ്ങൾ, നല്ല തടിച്ചൊരാളാണ് നിങ്ങൾ ജിമ്മിക്ക് പോയി തുടത്തി ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണില്ല. നിങ്ങൾ ഡെയിലി ജിമ്മിക്ക് പോകുന്നുണ്ട്, നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ല ഉറക്കം നിങ്ങളെ ബോഡിക്ക് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നിങ്ങൾ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിലും, സോ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നുണ്ട്, അത് എത്തിയിട്ടല്ല, നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഹാപ്പിനെസ് കാണാനായിട്ടാണ്. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റുക കഴിഞ്ഞാൽ, നമ്മൾ ആ ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഈ ഹൈ അച്ചീവേഴ്സിന്റെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഡേവിഡ് ഗോഗിൻസ് മൂപ്പരൊക്കെ ഈ ഓടിന് ഇടയിൽ തന്നെ മൂപ്പര് ഈ ഹാപ്പിനെസ്, സന്തോഷമൊക്കെ, മൂപ്പരെ സന്തോഷം അതാണ്. നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് സ്ക്രോളിംഗ് ആണ്, ഫോണിലെടുത്ത് സ്ക്രോളിംഗ് ആണ്. മൂപ്പരെ സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഏറ്റവും നല്ല സംഭവം അറ്റോമിക് ഹാബിറ്റ്സിൽ ഇതിനൊരു ഒരു സൊല്യൂഷൻ പറയുന്നത്, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടാസ്കും അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ആ ടാസ്കിന്റെ കൂടെ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഇപ്പൊ ആ ഡോക്ടർ മൂപ്പര് കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അവിടെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ രാവിലെ നാളെ ഓടാൻ പോകാൻ തീരുമാനിക്കണം, പക്ഷെ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ മ്യൂസിക് കേൾക്കല്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് കേട്ടാണ്ട് ഓടാൻ പോകുക. അപ്പൊ നിങ്ങൾ അവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ചെയ്തു നിങ്ങൾ ടാസ്ക് നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ആക്കി ചെയ്തു. സോ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അതായത് ഒരു മാസം നിങ്ങൾ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട്, നല്ല ഡിസിപ്ലിൻ ആയിട്ട്, ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാതെ, ഫോണൊന്നും വാച്ച് ചെയ്യാതെ, നിങ്ങൾ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പ്ലാനോട് കൂടി നിങ്ങൾ ആ ഒരു മാസം കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യുക, ആ മന്ത് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഒറ്റക്ക് ഫുഡ് കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പൊ എന്താവും, നിങ്ങൾ എൻജോയബിൾ ആയി, ഇത് എന്നെ കൊണ്ട് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് നിങ്ങളെ ബ്രെയിൻ മനസ്സിലാക്കുകയും ചെയ്തു, നിങ്ങളിത് ചെയ്തപോലെ ഒരു ഗിഫ്റ്റും കിട്ടി. സോ അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഈ നിങ്ങളിപ്പോ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളോട് ഈ ക്ലാസ് ടീച്ചർ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരോടും പാട്ട് പാടി. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പാടി നോക്കിയപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ചെയ്തു, എല്ലാവരും ക്ലാപ്പൊക്കെ തന്നു ചെയ്യും. നിങ്ങൾക്ക് ടീച്ചർ ഒരു ട്രോഫിയും തന്നു. സോ എല്ലാവരും, നിങ്ങൾ ഇതുവരെ പാടാത്ത ആളാണ്, അപ്പൊ നിങ്ങൾ പാടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്തു, ടീച്ചർ നിങ്ങൾക്ക് ഒരു ട്രോഫി തന്നു. പിന്നെ ടീച്ചർ നിങ്ങളോട് പാടാൻ പറയുമ്പോൾ നിങ്ങൾ പാടൂലേ, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പാടും. സോ എന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്ക് അതിന്റെ ഇടയിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. അതുപോലെ തന്നെ അവിടെ എന്താ നമ്മൾ ചെയ്യാം, പിന്നെ എന്തിനാ പിന്നെ പാട്ട് പാടാനുള്ള മോട്ടിവേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടണേ, കാരണം ആ ടീച്ചർ നമുക്ക് ട്രോഫി തന്നു, ഒരു ഗിഫ്റ്റ് കിട്ടി അവിടെ. അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഏത് സംഭവം ചെയ്യുമ്പോഴും അതിന് പെട്ടെന്നൊരു റിസൾട്ട്, ഒരു ഔട്ട്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സംഭവം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കാനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു കേസ് തന്നെ പറഞ്ഞുതരാം. ഞാൻ ഈ 10 വരെ അങ്ങനെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബുക്കൊന്നുമില്ല, പഠിക്കണം, കുറെ സ്കൂളിൽ പോകും, കുറെ വീട്ടിൽ വരും. അങ്ങനെ +1 സ്റ്റാർട്ട് ചെയ്ത് +1 എക്സാമിന്റെ സമയത്ത് എത്തിയപ്പോൾ ഞാൻ ഈ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അതുപോലെ തന്നെ മലയാളം മീഡിയം ആയിരുന്നു. അതുപോലെ തന്നെ അതിലുള്ള സബ്ജക്ട് എനിക്ക് കൂടുതൽ താല്പര്യമുള്ള സബ്ജക്റ്റുകളായിരുന്നു. ഹിസ്റ്ററി, ഈ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഈ എക്കണോമിക്സ്, സോഷ്യോളജി ഒക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ഈ സംഭവങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ പഠിക്കാത്ത ആളാണ്. ഇതിൽ ഞാൻ കൂടുതലും എസ്സേസാണ് പഠിച്ചത്. എസ്സേ പഠിക്കാൻ സുഖമായിരുന്നു. ഹിസ്റ്ററിത്തൊക്കെ എസ്സേ കഥ മാതിരി പഠിക്കുകയും, സോഷ്യോളജിത്തെ നമ്മൾ സമൂഹത്തിനെ കുറിച്ച് പഠിക്കാം, സംഭവം നല്ല വൈബായിട്ട് ഞാൻ പഠിച്ചു. എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇത്രയും പഠിക്കാൻ വയ്ക്കുന്നു. ഞാൻ പഠിച്ച് എക്സാം എഴുതിയതോടെ അൽഹംദുലില്ലാഹ് എനിക്ക് ഒരു വിഷയത്തിന് ഒഴികെ, ഇംഗ്ലീഷ് ഒഴികെ, ഞാൻ
പ്ലസ് ടു വരെ മലയാള പഴമടി പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ ടച്ച് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിന് ഒഴികെ ബാക്കി എനിക്ക് എല്ലാ സബ്ജക്റ്റിനും അന്ന് ഡബിൾ പാസ്, അതായത് ഈ അറൗണ്ട് ഒരു 50+ മാർക്സ് ഉണ്ടായിരുന്നു. 50 3 സബ്ജക്റ്റിനായിട്ട് 60 മാർക്കിന്റെ മുകളിലുണ്ടായിരുന്നു. അതുവരെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ അത്രയും മാർക്കിലോട്ട് എത്തി. ഇംഗ്ലീഷും അത്യാവശ്യം കുറച്ച് എല്ലാത്തിനും മാർക്ക് ഉണ്ടായിരുന്നു, ഡബിൾ പാസ് ഇല്ല എന്നുള്ളായിരുന്നു. സോ അന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്നെ ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. സംഭവങ്ങളൊക്കെ എനിക്ക് ഒന്നുകൂടി ഹാപ്പിനെസ് ആയി തോന്നി. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഞാൻ പഠിക്കാൻ തുടങ്ങി. പ്ലസ് ടു എത്തിയപ്പോൾ ഞാൻ നല്ല പഠിക്കാൻ തുടങ്ങി, ഡെയിലി പഠിക്കാൻ തുടങ്ങി. ഒന്നുകൂടി അതിലേറെ മെച്ചപ്പെട്ട മാർക്ക് വാങ്ങി ഞാൻ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പഠിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ അന്ന് കിട്ടിയ മോട്ടിവേഷൻ വെച്ചിട്ട്, കാരണം അന്നൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ എന്ത് സംഭവം ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട്, അതിനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. നിങ്ങളിപ്പോ ഇതിനിടയിൽ എൻജോയ്മെന്റ്, ഹാപ്പിനെസ് ഒന്നും കണ്ടെത്തിയില്ല. നിങ്ങൾ ഫുള്ള് ഡിസിപ്ലിന് വർക്ക് സ്ലീപ്പ് അങ്ങനെ മൂഡിൽ പോയി കഴിഞ്ഞാന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഗോളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്താ വെച്ചാല്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ മൂന്നാർക്ക് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെയാണ് പോകുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും നല്ല എൻജോയ്മെന്റില്ല. നമ്മളിപ്പോ ടൂറൊക്കെ പോണില്ല, അന്ന് തലേന്നൊന്നും ഉറങ്ങൂലല്ലോ, ഫുള്ള് സെറ്റ് ആയി ഇങ്ങോട്ട് എല്ലാവരും നല്ല ഹാപ്പിനെസ്സില്ല. പക്ഷെ നിങ്ങൾ വലിയ സന്തോഷമൊന്നുമില്ല. സോ ആ മൂന്നാർക്കല്ലേ പോവാറുണ്ട്, നിങ്ങൾക്ക് വണ്ടി കയറിയപ്പോഴും വലിയ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ഇല്ല. നിങ്ങൾ ആ വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നോക്കിക്കാണ് യാത്ര അങ്ങനെ എൻജോയ് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ വല്ല ഹാപ്പിനെസ് ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അതുവരെ ഒരു എക്സ്പെക്ടേഷനോ ഒരു എൻജോയ്മെന്റോ ഇല്ലാതെ വന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഹാപ്പിനെസ് ഒരിക്കലും കിട്ടൂല. സോ അപ്പൊ നിങ്ങൾ ആ ഗോളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ആ സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സോ അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്ര ചെറിയ വീഡിയോ ആയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. സംഭവം എന്ത് ചെയ്യുമ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഹെൽത്ത് ബെറ്റർ ആക്കുകയാണെങ്കിലും, ബിസിനസ് തുടങ്ങുകയാണെങ്കിലും, കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും, ലൈഫിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഡെയിലി 20 ദിവസങ്ങൾ ജിമ്മിൽ പോയാൽ എന്താ, 2 ദിവസങ്ങൾ റെസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി കഴിക്കുക, അല്ല ചെയ്യാം. ഇപ്പോൾ ഒരു 30 ദിവസം നിങ്ങൾക്ക് നല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യും, നല്ല ഫുഡ് കഴിച്ചാണെങ്കിൽ ഒരു ദിവസം ഒരു നേരം പോയി എന്ത് ചെയ്യുക, നല്ലൊരു ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡ് കഴിക്കുക. സോ അപ്പോൾ അത്ര ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എഴുതുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.